വലിയ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം സൽപ്രവർത്തികൾ ചെയ്യുന്നവരെ ആയിരിക്കണം. യാക്കോബിൻ ലേഖനം 2-ാം അധ്യായം അതിന് 14 യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം ആകുന്നു. അപ്പോൾ ഹല്ലേലൂയ, പ്രവൃത്തി ഇല്ലാത്ത ജീവിതം അല്ലെങ്കിൽ വിശ്വാസം നിർജീവം ആകുന്നു എന്ന് നമുക്ക് കാണാം. ഇവിടെ നാം 3 കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വചനം പഠിക്കുമ്പോൾ. ഒന്നെന്തുവാണ്? വിശ്വാസം നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്നു. ഹല്ലേലൂയ, ആ രക്ഷ നമ്മളെ വിശ്വാസത്തിലേക്ക് നടത്തി. അതിനായി കരങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് എന്തുവാ? രക്ഷ സൽപ്രവൃത്തികളെ ഉളവാക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളെ രക്ഷയിലേക്ക് നടത്തി. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്തുവാണ്? രക്ഷ സൽപ്രവൃത്തികളെ ഉളവാക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരെന്തുവാണ്? സൽപ്രവൃത്തികളെ ചെയ്യണം. സൽപ്രവൃത്തികളെ അത് ഉളവാക്കുന്നു. എന്നാൽ മൂന്നാമതൊരു ഭാഗമുണ്ട്, സൽപ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം തരും. ഹല്ലേലൂയ. ഇവിടെ വെച്ച് നിനക്ക് പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ തന്നെയും, ഹല്ലേലൂയ, ചിലപ്പോൾ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെയും, ആരും സ്മൈൽ ചെയ്തില്ലെങ്കിൽ തന്നെയും, ആരും താങ്ക് യു പറഞ്ഞെങ്കിൽ തന്നെയും, നീ ചെയ്യുന്നതായ സൽപ്രവൃത്തികൾക്ക് ഒരു പ്രതിഫലം ഉണ്ട്, അത് ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ. അപ്പോൾ വിശ്വാസം നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്നു. രക്ഷ സൽപ്രവൃത്തി ഉളവാക്കുന്നു. സൽപ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം തരും എന്നുള്ളത് എൻ്റെ നിൻ്റെയും ഉറപ്പാണ്. തരാൻ നോക്കുകയല്ല, തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. അതുകൊണ്ടെന്താണ് മനുഷ്യനെ നമ്മൾ ഗലാത്യർ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വിതയ്ക്കുന്നതിൻ്റെ അനേക മടങ്ങ് കൊയ്യുമെന്നാണ് അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഹല്ലേലൂയ, നമ്മൾ സൽപ്രവൃത്തി ഇന്ന് വിതച്ചാൽ എന്തുവാണ്? അതിൻ്റെ ഫലം കൊയ്യുന്ന ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ സൽപ്രവൃത്തികളെ വിതയ്ക്കുക, സൽപ്രവൃത്തികളെ ചെയ്യുക. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് എന്തുവാണ്? ഹല്ലേലൂയ, ഒരു വലിയ പ്രതിഫലം കർത്താവ് എനിക്ക് നിനക്കും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 6-ാം അധ്യായം ഗലാത്യ ലേഖനം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹ വിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഹല്ലേലൂയ. നന്മ അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അവസരം പാഴാക്കാതെ അത് ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവൻ്റെ കൈപ്പണിയാണ്, നാം അവൻ്റെ കൈപ്പണിയാണ്. ഇന്നും കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നു. അവൻ നമ്മളെ കർത്താവിൻ്റെ പണി ചിലപ്പോൾ തീർന്നിട്ടില്ലായിരിക്കും. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്നും എന്തുവാണ്? കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ കൈപ്പണി, ഹല്ലേലൂയ, അവൻ്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത്. അവൻ നമ്മളെ മോൾഡ് ചെയ്യാണ്, അവൻ നമ്മളെ ബിൽഡ് ചെയ്യാണ്, അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം വീണ്ടും ആ പണിക്ക് വേണ്ടി കർത്താവ് തുടങ്ങിയതായ പണിയെല്ലാം കർത്താവ് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഈ ലോകത്ത് തുടങ്ങിയ പല പണികളും ഹല്ലേലൂയ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന നമുക്ക് കാണും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന റോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ചില പാലങ്ങൾ എന്താണ്? പണി തീരാതെ കിടക്കുന്ന പാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണി തീരാതെ കിടക്കുന്ന വീടുകളെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പണി തീരാതെ കിടക്കുന്ന പല സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവ് എന്നിലും നിന്നിലും തുടങ്ങിയതായ പണി അവൻ പൂർത്തീകരിക്കും. നിങ്ങളിലെ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച കർത്താവ് അത് പൂർത്തീകരിക്കുന്നത് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നാം നമ്മുടെ മാസ്റ്ററായ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ അവൻ്റെ മാസ്റ്റർ പീസാണ്. അവൻ്റെ കരങ്ങളിലാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്.